അവരൊക്കെ അവിടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നടത്തുമ്പോഴാണ് ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്. ഇപ്പൊ ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ രാഹുലിനും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിന്. ഇവന്മാർ പേറും ഇങ്ങനെ ഷോ നടത്തിക്കൊണ്ട് വയ്ക്കുക. പിന്നെ നിനക്കുള്ള പാരിതോഷിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ല, അവൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ലായിരിക്കും, പക്ഷെ അവൻ മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ചതാ. CPM-ലെ ചിന്താ ജെറോമിന്റെ നിലവാരത്തിനേക്കാൾ ഒരു പടി പോൽ കൂടി താഴ്ന്ന നിലവാരത്തിലേക്ക് ഇവർ പോവാ. നിലമ്പൂർ രാഷ്ട്രീയം പറയാനായിട്ടൊന്നുമില്ലേ? രാഷ്ട്രീയം എല്ലാവരും പറയുന്നുണ്ടല്ലോ. അവിടെ UDF ഞാൻ പറഞ്ഞല്ലോ, ഈ ലീഗുകാരും ഈ സാധാരണ കോൺഗ്രസ്സുകാരും CPM-ന്റെ പ്രവർത്തകരും CPI-യുടെ പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും ഒക്കെ അവിടെ വീട് കയറി ഇറങ്ങി രാഷ്ട്രീയം പ്രവർത്തകരല്ല, നേതാക്കന്മാർ, സംസ്ഥാനതല നേതാക്കന്മാർ. രാജൻ ഭായ് നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിരുന്നു ഇത്, പക്ഷേ കുറച്ച് വൈകിപ്പോയി നമ്മൾ. എന്നാലും ഈ രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലും രണ്ടുപേരും ചെറുപ്പക്കാരായിട്ടുള്ള നേതാക്കന്മാരാണ്, കേരളത്തിലേറെ സ്വീകാര്യതയുള്ള നേതാക്കന്മാരാണ് എന്നും പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഇന്നലെ രാത്രി അവർ കാണിച്ചു കൂട്ടിയ ആ ഒരു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രത്യേക സംഘം എന്ന് പറയുന്നത് ഒരുപാട് അധികാരങ്ങളുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ വണ്ടി വരെ തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ ശേഷിയുള്ള ഒരു ടീമിന്റെ അടുത്താണ് വളരെ മോശമായ രീതിയിലുള്ള ഇവരുടെ പെരുമാറ്റം എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഷാഫി പറമ്പിലിന്റെയും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഇന്നലത്തെ നിലപാടുകളോട്? അല്ല, എനിക്കിപ്പോ സിബി പറഞ്ഞ പോലെ വളരെ മാന്യമായി അങ്ങനെ പിന്നെ പറയാൻ പറ്റത്തില്ല ഈ വിഷയത്തിൽ. കാരണം വൈകാരികമായിട്ട് തന്നെ ഇതിനെ സമീപിക്കുന്ന ആളാണ്. എന്നോട് ഇന്ന് പിന്നെ ഒരു ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാവാ, യൂത്ത് ലീഗിന്റെ ചുമതല എന്ന് പറയുന്ന ലീഗിന്റെയോ, പുള്ളി വിളിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ, ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞ്, നമ്മൾ പണ്ട് പറയുമല്ലോ ഈ കുടത്തിൽ തല കുടുങ്ങിയ പട്ടി എന്ന് പറയാറുണ്ട്. പുള്ളി പറയാണ് പെട്ടിയിൽ തല കുടുങ്ങിയ പട്ടികൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത്ര കലിപ്പിലാണ് സംസാരിച്ചത്. ഗ്രൗണ്ടിൽ കിടന്ന് പണിയെടുക്കുക മനുഷ്യനോടെ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയരുത്, കാരണം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പാർലമെന്ററി കൂടെയാണ്. അൺപാർലമെന്ററി ഒന്നുമല്ല, അതിനകത്ത് ഒരു അൺപാർലമെന്ററി ഇല്ല, അതിനകത്തൊരു പട്ടി ഷോ ആണല്ലോ കാണിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ മലയാളം അറിയുന്ന ഏതെങ്കിലും പട്ടികളുണ്ടെങ്കിൽ അവർ വന്ന് കടിക്കുമെന്ന് പറഞ്ഞു. കാരണം പട്ടിക്ക് നാണക്കേടാന്ന് പറഞ്ഞു. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഫിക്ക് അസുഖം തുടങ്ങിയിട്ട് കുറേ കാലമായി. ഷാഫിക്ക് ഇങ്ങനെ ഈ ആളാവാൻ വേണ്ടിയിട്ടുള്ള കുറേ പരിപാടികളും റീൽസും പരിപാടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന പരിപാടി കുറേ കാലമായി. തൃക്കാക്കരയിലും കണ്ടതാണ്, വണ്ടിയിൽ ഉടനെ ചാടി കയറുന്നവർ. എത്ര MLA രണ്ടർക്ക് 10-40 MLA-മാരില്ലേ UDF-ന്? വേറെ ആരെങ്കിലും ഇങ്ങനത്തെ കോപ്രായം കാണിക്കാൻ പോയോ? ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ജയിപ്പിച്ചെന്നുള്ള മാതിരിയാണ് ഈ 8 കാലിക മൂഞ്ചിൻ്റെ പരിപാടി എടുക്കുന്നത്. പിന്നെ വേർത്ത് പണിയെടുക്കുന്നില്ല അവിടെ. ഈ ചാണ്ടി ഉമ്മനും ഈ M ലിജുവും ഈ പറയുന്ന ബാക്കിയുള്ള നേതാക്കന്മാരും പിന്നെ യൂത്ത് ലീഗിന്റെ സാദിഖലിയും ബാക്കിയുള്ളവരെല്ലാം അവിടെ വീട് കയറി ഇറങ്ങുക. അവരൊക്കെ അവിടെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് നടത്തുമ്പോഴാണ് ഇവർ ഈ കോപ്രായം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഷാഫി കുറച്ച് കാലമായിട്ടേ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ ചുളുവിൽ ലീഡർ നേതാവാകുക എന്നുള്ളത്. അപ്പം അതേസമയം ഇപ്പം ഈനാം പേച്ചിക്ക് കൂട്ട് മരപ്പട്ടി എന്ന് പറഞ്ഞ പോലെ രാഹുലിനും കൂടെ കിട്ടിയിട്ടുണ്ട് ഇതിന്. ഇവന്മാർ പേറും ഇങ്ങനെ ഷോ നടത്തിക്കൊണ്ട് വയ്ക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച നടത്തിയായിരുന്നു. ആ ചർച്ചയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു, അത് ഈ സംഭവത്തിനൊക്കെ മുമ്പാണ് ഞാൻ പറഞ്ഞ അവർ പണിയെടുക്കുന്നില്ല, അവിടെ റീൽസ് ഇട്ട് കളിക്കുകയാണ്. CPM-ലെ ചിന്താ ജെറോമിന്റെ നിലവാരത്തിനേക്കാൾ ഒരു പടി പോൽ കൂടി താഴ്ന്ന നിലവാരത്തിലേക്ക് ഇവർ പോവാ. ഇവര് സ്വയം സെലിബ്രിറ്റീസ് ആയിട്ട് മാറിയിട്ടുണ്ട്. സെലിബ്രിറ്റീസ് ആണെന്നുള്ളൊരു തോന്നലാണ് അവർക്ക് അങ്ങനെ. കാരണം ഞങ്ങളങ്ങ് വളർന്നുപോയി. പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ് ഇവരുടെ റീല് കണ്ടിട്ടാണ് മലയാളികൾ മുഴുവൻ ആർക്ക് വോട്ട് ചെയ്യണം തീരുമാനിക്കുന്നത് എന്നുള്ള മട്ടിലാണ് പോകുന്നത്. ഇവരെ ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്തുള്ള ഒരു അന്നത്തെ ചർച്ചയ്ക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞായിരുന്നു. ഇപ്പം 2-3 ദിവസം മുമ്പാണ് ഇട്ടത്. അപ്പോൾ ഇന്നലെ എന്നെ വിളിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. പിന്നെ ആളെ പേര് ഇപ്പോൾ ഇവിടെ പറയുന്നില്ല, ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കണ്ട് എന്നോട് വിളിച്ചു. അപ്പം ഞാൻ പിന്നെ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന ആളാണ്, ആളെ പേരും പറഞ്ഞു, പിന്നെ ജനപ്രതിനിധിയും കൂടിയാണ്. നിങ്ങൾക്ക് ഷാഫിയോടും പിന്നെ രാഹുലിനോടും വ്യക്തിപരമായിട്ട് വൈരാഗ്യമൊന്നുമില്ല എന്നറിയാം. പിന്നെ നിങ്ങൾക്ക് ആരെ കൊട്ടേഷൻ തന്നതാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മോശമായിട്ട് അവരെ അധിക്ഷേപിച്ചു, അത് പിന്നെ അങ്ങനെ നിങ്ങൾ ചെയ്തതിലൊരിതുണ്ട്, അത് പെയ്ഡാന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാനെൻ്റെ നാക്ക് ഒരുത്തനും വിറ്റിട്ടില്ല ഇന്ന് വരെ, നാളെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെ പെയ്ഡാണെന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞല്ല, നിങ്ങൾ അവരുടെ പിന്നെ രാഷ്ട്രീയ വ്യക്തിത്വത്തെ വാരി തേക്കുന്നത് പോലെയാണ് നിങ്ങളുടെ വാക്കുകൾ വന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അവർ തന്നെ കറുത്ത മഷി ദേഹത്തൊഴിച്ച് നടക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് മാത്രമല്ല, ഞാൻ ചെയ്ത വൈറ്റ് സ്വാൻ TV-യുടെ അതേ പ്ലാറ്റ്ഫോമിൽ തന്നെ 2-3 ആഴ്ച മുമ്പ് ഷാഫി പറമ്പിൽ കേരളത്തിൻ്റെ ഭാവി മുഖ്യമന്ത്രി ആവണമെന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്ത് തീർത്തിട്ടുണ്ടല്ലോ. അതൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അവരും കണ്ടു കാണുമല്ലോ, അവരവരുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ഇമ്പാർഷ്യലായിട്ട് തന്നെയാണ് പറയുന്നതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനകത്ത് പിന്നെ എനിക്ക് കിട്ടിയൊരു വിവരം, ഇത് ഇവരുടെ സോഴ്സിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. ഇവർ ഒരുമിച്ച് ഈ പറഞ്ഞ എന്നെ വിളിച്ച കക്ഷിയും PK ഫിറോസും ഒക്കെ ഇവരുടെ കൂടെയുണ്ട്. ഇവർ ഒരുമിച്ചൊരു വണ്ടിക്കകത്താണ് സ്ഥിരം യാത്ര ചെയ്യുന്നത്. ഇന്നലത്തെ ഈ പട്ടിഷോയ്ക്കകത്തും ഉണ്ട്, ഇന്നലെ രാത്രിയിലെ പട്ടിഷോയ്ക്കകത്തും ഉണ്ട് ഈ കക്ഷി. അപ്പം ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന ഇവരുടെ മുമ്പിൽ നിന്ന്, രാഹുലിൻ്റെ ഷാഫിയുടെ മുമ്പിൽ നിന്ന് ലൗഡ് സ്പീക്കർ ഇട്ട് എന്നെ വിളിച്ച് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ആ പണിക്ക് നിന്നിട്ടില്ല. അപ്പം അതൊരു തരം വൃത്തികളാണ്. എന്തിനാ ഇവര് രാഹുലിൻ്റെ അടുത്ത് എൻ്റെ നമ്പർ ഉണ്ടല്ലോ, രാഹുലിനെ വിളിക്കാനോ സംസാരിക്കാമല്ലോ. വേറൊരുത്തനെ കൊണ്ട് വിളിപ്പിച്ച് പൊതു അഭിപ്രായം എനിക്കെതിരാണെന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വിളിക്കുക. വേറെ ആരും വിളിച്ചിട്ടില്ലല്ലോ, വേറെ ഒരാളും തന്നെ വിളിച്ചിട്ടില്ല. എന്നോട് ലീഗിൻ്റെയൊക്കെ എൻ്റെ നാട്ടിലുള്ള ലീഗുകാരൊക്കെ പലരും അവിടെ ഫീൽഡിൽ നിൽക്കുന്നവരും നിങ്ങൾ പറഞ്ഞ് കറക്റ്റായെന്ന് പറഞ്ഞിട്ട് എനിക്ക്
എന്നോട് സംസാരിച്ചത്. അപ്പോൾ ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓവറാക്കി ചളവാക്കുക. ഒന്ന്, തെരഞ്ഞെടുപ്പ് രംഗമാണ്. ഇപ്പോൾ സിബിക്ക് അറിയാലോ, നമ്മൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് കടന്നു, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കടന്നു. ഈ സമയത്തൊക്കെ നമ്മൾ പോകുമ്പം നമ്മുടെ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാധ്യമത്തിൻ്റെ മീഡിയ എന്ന് പറഞ്ഞ പ്രസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പോയാൽ പോലെ നമ്മളെ വണ്ടിയും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവർ താമസിക്കുന്നത് നിലമ്പൂർ ടൗണിലാണ്. നിലമ്പൂർ താമസിക്കുന്ന ഇവർ ഭക്ഷണം കഴിക്കാൻ ഈ വടവറം പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ നിലമ്പൂർ കോടതിപ്പടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂരുള്ളതിനേക്കാൾ മികച്ച ഹോട്ടൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ 24 കിലോമീറ്റർ അപ്പുറം മഞ്ചേരി പോകണം, അല്ലെങ്കിൽ 10-30 കിലോമീറ്റർ ഇപ്പുറം പെരുന്തമണ്ണയിൽ പോകണം. പിന്നെ റോസ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന വലിയ ഹോട്ടലുണ്ട്, ഉർവശി എന്ന് പറയുന്ന വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, KTTCയിലെ റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടാകുമ്പം ഇനി തട്ടുകട വേണമെങ്കിൽ അതുണ്ട്, എല്ലാം ഉണ്ട്. ഇവർ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇവിടുന്ന് പിന്നെ 24 കിലോമീറ്റർ അല്ലെങ്കിൽ 30 കിലോമീറ്റർ പോകണം നല്ല ഹോട്ടലുണ്ട് ആണെങ്കിൽ. അതുമല്ലേ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ ഹോട്ടൽ മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടൽ മുറിയിലോട്ട് വരാനുള്ളവരാ ഇവരെന്താ പെട്ടി കൊണ്ടുപോകുന്നത്. നമ്മൾ ഫോൺ കയ്യിലെടുക്കും, ഗൂഗിൾ പേ ഇല്ലാന്നുണ്ടെങ്കിൽ പൈസയും കയ്യിലെടുക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും എടുക്കുക, വണ്ടിക്ക് പോകുന്ന കുട പോലും വേണ്ട. അപ്പോൾ വേറെ ഒന്നും എടുക്കത്തില്ല. അങ്ങനെയല്ലേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ ഈ പെട്ടി കൊണ്ടുപോയി തന്നെ ഇവരെന്താണെന്ന് വെച്ചാൽ ഈ പെട്ടി കൊണ്ടുപോകും. അപ്പോൾ അവരവിടെ ചെക്ക് ചെയ്യും. അത് CMൻ്റെ വണ്ടി വന്നാലും ചിലപ്പോൾ ചെക്ക് ചെയ്യും. കാരണം ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് ഭാഗമായിട്ടാണ്. ഇത് സംസ്ഥാന സർക്കാർ പോലെയല്ല നിയന്ത്രിക്കുന്നത്. അത് പോലീസാണെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് അവർക്ക് XOR ആര് വന്നാലും ഈക്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്യുമ്പോൾ അതൊരു സീനാക്കി മാറ്റാം. അപ്പം പെട്ടിക്കകത്ത് പിന്നെ പൈസ ആണോ എന്നുള്ള സംശയത്തിൽ അവർ നോക്കാൻ വന്നു എന്നൊക്കെയുള്ള അവരെല്ലാവരും ചെക്ക് ചെയ്യുന്നേ. ഇതൊക്കെ സ്വാഭാവികമല്ലേ. ഇതൊക്കെ നമ്മുടെ സുരക്ഷയെ കരുതിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെ കരുതിയിട്ടും അവിടെ പണം ഇറക്കുന്നുണ്ടോ അല്ലെങ്കിൽ കള്ളിറക്കുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു. അപ്പോൾ ഇവരെന്താ പറയുക, ഈ പെട്ടി കൊണ്ടുപോകുമ്പോൾ ഇത് തുറക്കുന്നവർ അവർ തന്നെ അതെല്ലാം റെക്കോർഡ് ചെയ്തു. എത്ര വൃത്തികെട്ട വർത്താനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. നീ അങ്ങ് ഉണ്ടാക്കണ്ട. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്റെ പ്രായത്തെ പോലും പിന്നെ നിനക്കുള്ള പാരിതോഷികം ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ല, അവൻ ഇന്നലെ പൊട്ടിമുളച്ചതല്ലായിരിക്കും, പക്ഷെ അവൻ മിനിഞ്ഞാന്ന് പൊട്ടിമുളച്ചതാ. എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാൻ തുടങ്ങിയത്? ഈ ഡിബേറ്റിനകത്ത് പോകുമ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, അങ്ങനെ കടന്നു വന്ന ഒരാളാണ്. അത്രയ്ക്കങ്ങ് അഹങ്കരിക്കണ്ട. അപ്പം ഇവനൊക്കെ നാളെ ഇനി ഒരു MLA കൂടെ ഒക്കെ ആവുകയും ഒരു മന്ത്രിയാവുകയൊക്കെ ചെയ്താൽ എന്തായിരിക്കും? ഈ പിണറായി വിജയൻ്റെയും ബാക്കിയുള്ള പിണറായി എന്നൊക്കെ പറയുന്നില്ല, അതിനേക്കാൾ അപ്പുറത്തെ വൃത്തികെട്ട രീതിയിലുള്ള അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടക്കുകയല്ലേ ഇവർ. അത് അപ്പൻ്റെ പ്രായമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെടുത്ത് നീ അങ്ങ് ഉണ്ടാക്കണ്ട, ചേട്ടാന്നെങ്കിലും വിളിക്കണ്ട, സാറെന്ന് വിളിക്കണ്ട, ചേട്ടാന്നെങ്കിലും വിളിക്കണ്ട, പ്രോട്ടോകോൾ പ്രകാരം ഇവൻ്റെയൊക്കെ താഴെയാണ്. അങ്ങനെ ഉണ്ടല്ലോ ചില പ്രതിനിധികൾ. പക്ഷേ പോലീസിന്റെ പേരെങ്കിലും വിളിക്കാം. അപ്പോൾ ആ അഹങ്കാരം ധാർഷ്ട്യം ആരുടെ കാണിക്കുന്ന മനുഷ്യനാവണ്ടേ? ആദ്യം മനുഷ്യനാവണ്ടേ? വേറെ അല്പം വിനയത്തോളം നിങ്ങൾ ചെക്ക് ചെയ്തോന്ന് പറയുമ്പോൾ ഇവർ ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ ഇവർക്ക് എന്താ പ്രശ്നം? അപ്പോൾ ഇവരെന്താ വെച്ചാൽ ഈ സാധനം അങ്ങ് വൈറലാക്കും. ഇന്ന് ഷോൺ ജോർജിന്റെ ഒക്കെ വണ്ടി ചെക്ക് ചെയ്യുന്ന സമയത്ത് വളരെ മാന്യമായ ഒരു ഇടപെടലാണ് നടന്നിട്ടുള്ളത്. അതുകൂടാണ്ട് ഇന്ന് മാർത്തികൂടെ നാടിന്റെയും വണ്ടി പരിശോധിക്കുന്നുണ്ട്. അവിടെയൊക്കെ വളരെ സമാധാനപരമായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെലിബ്രിറ്റികളായ പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഈ MLA-മാരും ഈ MLA-യും MP-യും നടത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടത്തിയിരിക്കുന്ന ആ കലാപരിപാടി, ഈ കലാപരിപാടിക്ക് മേൽ സ്വമേധയാ സംസ്ഥാന സർക്കാർ അന്വേഷണവുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ MLA സ്ഥാനം വരെ ഒരുപക്ഷെ ചോദിച്ചു വിടാൻ സാധ്യതയില്ല. ഇലക്ഷൻ പ്രോസസ്സിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പക്ഷഭേദം ഇല്ലാതെ ഓരോ കാര്യങ്ങളെയും എല്ലാ മനുഷ്യനെയും, മുഖ്യമന്ത്രി വന്നാലും ബാക്കിയുള്ളവർ വന്നാലും എല്ലാവരെയും മനുഷ്യനായിട്ട് ഓരോ വ്യക്തിയായിട്ട് തന്നെ കാണുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹനം പോലും തടഞ്ഞു നിർത്തി പരിശോധിക്കാൻ അധികാരമുള്ള ഒരു സംവിധാനമാണ്. അത് മാത്രമല്ല, കലാശക്കൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ പ്രചരണത്തിന് ഇവർക്കൊന്നും പോകാൻ പറ്റത്തില്ല. എല്ലാ മണ്ഡലത്തിലുള്ളവരല്ലാതെ ഒരുത്തിനും അവിടോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങളുള്ള നാട്ടിൽ വളരെ സുതാര്യമായ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനകത്ത് അത് നടത്താൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും അവരെ അസഭ്യം പറയുകയല്ലേ ഇത്? ഞാൻ പറയട്ടെ, ഇവനൊക്കെ ഇവർക്ക് രാഷ്ട്രീയം പറയാനൊന്നുമില്ലേ? നിലമ്പൂർ രാഷ്ട്രീയം പറയാനായിട്ടൊന്നുമില്ലേ? രാഷ്ട്രീയം എല്ലാവരും പറയുന്നുണ്ടല്ലോ. അവിടെ UDF ഞാൻ പറഞ്ഞല്ലോ, ഈ ലീഗുകാരും ഈ സാധാരണ കോൺഗ്രസ്സുകാരും CPM-ന്റെ പ്രവർത്തകരും CPI-യുടെ പ്രവർത്തകരും BJP-യുടെ പ്രവർത്തകരും ഒക്കെ അവിടെ വീട് കയറി ഇറങ്ങി രാഷ്ട്രീയം പ്രവർത്തകരല്ല, നേതാക്കന്മാർ, സംസ്ഥാനകാല നേതാക്കന്മാർ, എല്ലാ പാർട്ടിയിലും ഇല്ല. എത്ര നേതാക്കന്മാരുണ്ട്? കോൺഗ്രസിന്റെ സകലമാന MLA-മാരും MP-മാരും പിന്നെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരും വിവിധ ജില്ലാ പ്രസിഡന്റുമാരും എല്ലാം അവിടെ ഇല്ലേ? KPCC പ്രസിഡന്റ് സണ്ണി അവിടെ ഇല്ലേ? ബാക്കിയുള്ളവരൊക്കെ ഇല്ലേ? ഇവരെന്താണെന്ന് വെച്ചാൽ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിട്ട് വെറും ഗുണ്ടായിസം കാണിക്കുന്നതിന് തുല്യമായിട്ടുള്ളത്. ഇവർ കരുതി ഇവർക്ക് സ്റ്റാർ ആവാമെന്ന് കരുതി ബൂമറാങ് പോലെ തിരിച്ചു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ PK ഫിറോസ് പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ്. PK ഫിറോസ് വിഡ്ഢിത്തരാണ് കാണിക്കുന്നത് ഇവന്മാരെ കൂടെ. PK ഫിറോസ് കരുതിയത് ഇവർക്ക് വിസിബിലിറ്റി ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ PK ഫിറോസും കൂടെ അങ്ങനെ വല്ല താനൂരിനെയും മത്സരിക്കാൻ നിൽക്കുക. ഇവന്മാരെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഉള്ള വില PK ഫിറോസിൻ്റെതും പോവും. അത്രയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നില്ല ഇതുകൊണ്ട് അഹങ്കാരം നിർത്തുന്നത്. എന്തായിരുന്നാലും അവർ പിന്നെ ഊതി വീർപ്പിച്ച ബലൂണാണെന്നുള്ളത് നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. കാരണം BGM ഒക്കെ ഇട്ടിട്ട് ഇതങ്ങ് ഇറക്കാമെന്നാണ് കരുതിയത്. ഇപ്പം നേരെ തിരിച്ചടിച്ചു, ബൂമറാങ് പോലെ തലയ്ക്ക് തന്നെ അടിച്ചു. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി, ആരും മിണ്ടുന്നില്ലല്ലോ. ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്താൻ വേണ്ടിയിട്ട്
പിന്നെ ഈ വിഷയം അറിഞ്ഞപ്പോ പ്രതിപക്ഷ നേതാവും കൂടെ പ്ലാൻ ചെയ്ത സാധനം പത്രക്കാർക്ക് അറിയിപ്പും കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്തില്ലേ അവര്. അപ്പോൾ ക്യാൻസൽ ചെയ്തെന്ന് വെച്ചാൽ ഇവർക്ക് മനസ്സിലായി ഇത് സാധനം ഇപ്പോൾ ഒന്നും പറയാനില്ല, ബബ്ബ പറയേണ്ടി വരും എന്നുള്ളത്. ഉദ്യോഗസ്ഥരുടെ അടുത്തൊക്കെ പെരുമാറുന്ന രീതി ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ല, ഇവർ ഓവറാക്കി ചളവാക്കുന്ന ഒരു സ്ഥിതിയിലാണ് പോകുന്നത്. അതായത് പിണറായി വിജയന്റെ അതേ ധാർഷ്ട്യം, അതായത് പിണറായി വിജയന് എതിരായിട്ട് വീഴേണ്ട വോട്ടുകൾ പോലും ഒരുപക്ഷെ പിണറായി വിജയൻ അനുകൂലമാക്കി തീർക്കത്തക്ക തരത്തിലുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവരുടെ ഭാഗത്ത്. ഈ അല്പന പിന്നെ അർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്ന സാധനം പറഞ്ഞ പോലെ തന്നെ അർദ്ധരാത്രി പെട്ടി പിടിക്കുന്ന ഇപ്പായി മാറും. കാരണം ഇവർ ആരെയാണ് ഷൗക്കത്തിനെ തോപ്പിക്കാൻ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അവർക്ക്. ആരെയും ഷൗക്കത്ത് മര്യാദയ്ക്ക് ജയിച്ചു പോകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. മണ്ഡലത്തിൻ്റെ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. ഈ വലിയ പള്ളിക്കകത്ത് ചെറിയ പള്ളി പണിയാന്ന് പറഞ്ഞുകൊണ്ടൊരു പഴമൊഴിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ VD സതീശനൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ഈ കുട്ടി സംഘം ഇറങ്ങി പുറപ്പെട്ടേക്കുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒന്നും പറയാൻ പറ്റത്തില്ല, കാരണം ഇവന്മാർക്ക് എന്തെങ്കിലും ഉദ്ദേശം കാണുമല്ലോ. പക്ഷേ ഇത് അവർ അങ്ങനെയല്ല കരുതി. ഇവരൊന്നും അറിയാം ആരെയാണ് ജയിക്കുന്ന തോക്കുന്നു എന്നുള്ളതൊന്നല്ല അവരുടെ വിഷയം. അവർക്ക് സ്റ്റാർ ആവണം. അവർക്ക് സോഷ്യൽ മീഡിയ മാനിയ തലയ്ക്ക് പിടിച്ചിരിക്കുകയാണ്. അല്പന്മാരാണ്, അല്പത്തരത്തിൻ്റെ അങ്ങേ തലയ്ക്കിൽ നിൽക്കുക. ഇത്രയും അല്പന്മാരായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിലെ എല്ലാ പാർട്ടിയിലും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണമേ ഉണ്ടാവുള്ളൂ എന്നായിരുന്ന ചിന്താചാരവും പിന്നെ മെക്കിട്ട് കയറാൻ പോകുന്നില്ല, പൊതിച്ചോറും കൊടുക്കുന്നുണ്ട്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ റീൽസ് ഇട്ട് കളിക്കുക. ആ റീൽസ് ഇട്ട് കളിക്കുന്ന നിലവാരത്തിലേക്കേ ഉള്ളൂ. മെയ്യാണെങ്കിൽ പണിയെടുക്കാതെ വിജയിച്ചു കഴിഞ്ഞാൽ ക്രെഡിറ്റ് അടിച്ചുകൊണ്ട് പോവുക, തോറ്റു കഴിഞ്ഞാൽ അത് വേറെ ആരെങ്കിലും തലക്കിടുക, ഇങ്ങനെ നിൽക്കുന്നതാണ്. ഇവരെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസിനും ബാധ്യതയാവും, UDFനും ബാധ്യതയാവും, മുസ്ലിം ലീഗുകാർക്ക് വളരെ പ്രതിഷേധമുണ്ട് ഇതിനകത്ത്. കാരണം ഇതുവരെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ടല്ലോ, അത് മുഴുവൻ ഇവന്മാർ ഒറ്റ ദിവസം കൊണ്ട് രാത്രി കൊണ്ട് തകർത്ത് കളഞ്ഞു. ആരെയാണ് ചിലപ്പം രക്ഷപ്പെട്ടു പോകും തന്നെയാണ് ഞാൻ ഇപ്പോഴത്തെ പിന്നെ മണ്ഡലത്തിൻ്റെ പൾസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ആരെയാണ് രക്ഷപ്പെട്ടു പോകും. അതിനകത്ത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ വളരെ നിർണായകമാണ്. സോ അത് അപ്പുറത്തുനിന്നും പിടിക്കും, LDFിൻ്റെ ഭാഗത്തുനിന്നും പിടിക്കും, ഇപ്പുറത്തുനിന്നും പിടിക്കും. പക്ഷേ എന്നാലും ആര്യാടൻ രക്ഷപ്പെട്ടു പോകും തന്നെയാണ് വിശ്വസിക്കുന്നത്. പക്ഷേ സത്യത്തിൽ ഇത് നന്നായെന്നാണ് കരുതുന്നത്. എന്താണ് ഷാഫി പറമ്പിൽ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, രണ്ടും ഇത്ര അല്പന്മാരാണെന്നും 2 പേരും ഇങ്ങനെയുള്ള ഗിമ്മിക്കുകൾ കളിച്ചിട്ടാണ് നിൽക്കുന്നതെന്നുള്ളതും ഇവരത് കാട്ടിക്കൂട്ടലാണെന്നും കോപ്രായമാണെന്നും പ്രബുദ്ധതയുള്ള, തിരിച്ചറിവുള്ള, ബോധമുള്ള, ഇവരെ ഫാൻസിന് തിരിച്ചറിയുമെന്ന് അറിയത്തില്ല ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും. തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കകത്ത് ഇപ്പോൾ ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിട്ടുള്ള ചുമതല അത് ഓൺലൈനിലൂടെ അപ്പുറത്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. ലൈവായി സംഭവം ഈ ചെക്ക് ചെയ്യുന്നത്. ഒരു വണ്ടി ചെക്ക് ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ ഇവരുടെ പിന്നെ സസ്പെൻഷനിലേക്ക് പോകുന്ന കേസാണ്. അത് മാത്രമല്ല MP ആയാലും MLA ആയാലും മന്ത്രി ആയാലും അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ഉള്ളിടത്ത് ഇവന്മാർ ഈ രാത്രി ഭക്ഷണം കഴിക്കാൻ ഹോട്ടൽ മുറിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഹോട്ടലില്ലാത്ത നാട്ടിലോട്ട് അത് പെട്ടിയായിട്ട് ഭക്ഷണം കഴിക്കാൻ പോയതാ. എന്തോ ചെയ്യുന്നത് ഈ നാടകത്തിനകത്ത്. ഇവരെ നല്ല അഭിനേതാക്കളാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ സ്ക്രിപ്റ്റ് മോശമായി. ഈ സ്ക്രിപ്റ്റ് മോശമായതുകൊണ്ടും ഡയറക്ഷൻ മോശമായതുകൊണ്ടൊക്കെയാണല്ലോ മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ വരെ പടങ്ങൾ പലതും പൊട്ടിപ്പോകുന്നത്. അപ്പം ഇതിനകത്ത് നല്ല സമയത്ത് ഇതായി. അതുകൊണ്ട് ഇവരെന്താന്നുള്ളത് കേരളീയ സമൂഹത്തിന് തിരിച്ചറിയാനായി. നല്ലതായിരുന്നു, പക്ഷെ സംവിധായകന്മാർ മോശമായി പോയി. അല്ല, സ്ക്രിപ്റ്റ് മോശമായി. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവര് വടപുറം പാലത്തിനപ്പുറത്ത് പോകാൻ വേണ്ടി തീരുമാനിക്കണ്ടായിരുന്നു. അത് പോകാൻ വേണ്ടി തീരുമാനിക്കണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ. കാരണം അതിനകത്ത് അത് അയുക്തിയാണെന്നേ, ഇല്ലോജിക്കലാ. നല്ല ഹോട്ടൽ ഇവിടെ കിടക്കുക, പിന്നെ ഇവര് എന്ത് പറഞ്ഞിട്ട് അപ്പുറത്ത് ഹോട്ടൽ പോലും മര്യാദക്കില്ല. അതായത് നിഷ്പക്ഷമായ അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം ആ പറയുന്നത് ആരുടെയെങ്കിലും ഒക്കെ കൊട്ടേഷനാണ് എന്ന് ഇങ്ങനെയുള്ള പൊളിറ്റിക്കൽ സെലിബ്രിറ്റീസ് വിചാരിച്ചാൽ അങ്ങ് വിചാരിച്ചോട്ടെ അല്ലേ? അല്ല, വിചാരിച്ചോട്ടെ. എനിക്ക് വായി വരുന്ന വേറെ വാക്കാണ്, പിന്നെ അൺപാർലമെന്ററിയാണ്. എനിക്ക് അതൊരു ഒന്നുമല്ല, ഒരു പുല്ലുമല്ല. കാരണം അവന്മാർ കണ്ട പോലെ കൂട്ടിക്കൊന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അവർ നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അവരെ കുറിച്ച് നല്ലത് മാത്രമേ നമ്മൾ പറയുള്ളൂ. പക്ഷേ ഇതുപോലുള്ള ധാർഷ്ട്യവും അഹങ്കാരവും കാണിച്ചാൽ അത് അങ്ങനെ തന്നെ പറയും. ഇവർ രണ്ടുപേരും അല്ലെങ്കിൽ PK ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകളൊന്നും വിമർശനത്തിന് അതീതരാണ് എന്നൊരു തോന്നലും വേണ്ട. വല്ലാതെ വളർന്നു പോയെന്നുള്ള തോന്നലൊന്നും വേണ്ട. പിന്നെ നമ്മളെയൊന്നും എല്ലാം അവരാണ് എന്നുള്ളൊരു തോന്നലും വേണ്ട. നമ്മളെയൊന്നും പിന്നെ വിരട്ടി നിർത്താനോ പർച്ചേസ് ചെയ്യാനോ പറ്റുന്ന ഒരുത്തനും ഇവിടെ ഉണ്ടെന്ന് നമ്മൾ കരുതുന്നുമില്ല. എന്നെയാണെങ്കിലും സിബിയാണെങ്കിലും.